ഹലോ മക്കളെ, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ മക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പഠിക്കാതെ എക്സാം ഹോളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ട്. ഓക്കെ, ഒരു മോഡലുണ്ട്. ആ ഒരു മോഡലിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ സാധാരണ കഥാപാത്ര നിരൂപണമോ അല്ലെങ്കിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുന്നത് പോലെയോ ആസ്വാദനക്കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ്, ഇപ്പം നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു കവിത തന്നു, ആ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം കവിതയുടെ പേരെഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾക്കൊരു കവിതയോ അല്ലെങ്കിൽ ഒരു കഥയോ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കഥയ്ക്ക് ടൈറ്റിൽ ഉണ്ടായിരിക്കും, ഒരു ശീർഷകം അല്ലെങ്കിൽ തലക്കെട്ട് ഉണ്ടായിരിക്കും. ആ തലക്കെട്ട് നിങ്ങൾക്ക് അതുപോലെ എഴുതാം, അല്ലെങ്കിൽ കവിതയുടെ തലക്കെട്ട് എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തലക്കെട്ട് അല്ലെങ്കിൽ ശീർഷകം എഴുതണം കേട്ടോ. അപ്പോൾ കഥയായിക്കോട്ടെ കവിതയായിക്കോട്ടെ എന്ത് തന്നു കഴിഞ്ഞാലും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ശീർഷകം എഴുതണം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കവിയുടെ പേരെന്താണ്, അല്ലെങ്കിൽ ആരാണ് ആ കഥ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ആ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വള്ളത്തോളൊക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് എഴുതാൻ വേണ്ടി, ഇപ്പം നമ്മുടെ മലയാളം എന്ന് പറയുന്ന ഒരു പാഠഭാഗം മക്കൾക്ക് പഠിക്കാനുണ്ട് അല്ലേ, അത് എഴുതിയിട്ടുള്ള നമ്മുടെ വള്ളത്തോളാണ്. അപ്പോൾ വള്ളത്തോൾ എന്ന് പറയുന്നത് ആധുനിക കവിത്രയത്തിൽ വരുന്ന ഒരാളാണ് വള്ളത്തോൾ. അപ്പം നിങ്ങൾക്ക് കവിയെക്കുറിച്ച് എന്തൊക്കെ അറിയുന്നുള്ള കാര്യം ഒരു പാരഗ്രാഫായിട്ട്, ഓക്കെ, ഒരു ഖണ്ഡികയായിട്ട് ഇവിടെ എഴുതാം. ഖണ്ഡിക എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്. ഓക്കെ, കവിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആരാണ് ആ കഥാകൃത്ത്, ആരാണ് അത് രചിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്ന കാര്യം മാത്രമേ എഴുതാൻ വേണ്ടി പാടുള്ളൂ. അറിയാത്ത കാര്യങ്ങൾ എഴുതരുത്. ശ്രദ്ധിക്കേണ്ടത് അറിയാത്ത കാര്യങ്ങൾ എഴുതരുത്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ, ഒരു കവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിനെ കുറിച്ചോ മക്കൾക്ക് അറിയാത്ത കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് ആ കാര്യം മാത്രം എഴുതുക. ഇനിയിപ്പോൾ ഒന്നും അറിയുന്നില്ലെങ്കിൽ എഴുതാൻ നിങ്ങൾക്ക് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത് ഏത് കവിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് എഴുതാം, അല്ലെങ്കിൽ ഏത് കഥാകൃത്താണ് അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കവിതയുടെ ആശയം ചുരുക്കി എഴുതുക. ഓക്കെ, ഇപ്പോൾ ഒരു കവിതയാണ് അല്ലെങ്കിൽ ഒരു കഥയാണ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു കഥയിൽ പറയുന്നതെന്നുള്ള കാര്യം വലിച്ചു വാരി എഴുതരുത്. അതൊരു പാരഗ്രാഫായിട്ട് വളരെ ചുരുക്കി എഴുതണം. അപ്പോൾ ഇന്നൊരു കവിതയിൽ അല്ലെങ്കിൽ ഈ ഒരു കഥയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ കവിത മലയാളം എന്ന് പറയുന്ന ഒരു കവിതയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഭാരതനാടിൻ്റെ സൗന്ദര്യത്തെയാണ് കവിതയിൽ പറയുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ മലയുണ്ട്, പുഴയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കവിതയിൽ പറയുന്നുണ്ടെന്നുള്ള കാര്യം വളരെ ചുരുക്കി വേണം ആശയം എഴുതാൻ കേട്ടോ. ആശയം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ ചുരുക്കി വേണം ആശയം എഴുതാൻ, വാരി വലിച്ച് എഴുതരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊരു നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എഴുതി തീർത്തും. ഇനി അടുത്തത് എന്താ ശ്രദ്ധിക്കേണ്ടത്? കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതാൻ വേണ്ടി പറ്റും. നമ്മൾ കഥയുടെ ആശയമോ അല്ലെങ്കിൽ കവിതയുടെ ആശയം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? കഥാപാത്രത്തെക്കുറിച്ച് എഴുതാം. ഓക്കെ, കഥാപാത്രത്തിനെ കുറിച്ച് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ഒരു കവിതയാണെങ്കിൽ ഈ ഒരു കവിതയിലെ ഈ വരികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ വരി മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം എഴുതാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കഥയാണെങ്കിൽ ആ ഒരു കഥയിൽ ഇന്ന കഥാപാത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മുടെ സ്നേഹന്താൻ ശക്തി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ലൈലയും കുട്ടനും ഉണ്ട് അല്ലേ. അപ്പോൾ ലൈല എന്താണ് പറഞ്ഞു? മൈനയെ ഒന്നും ഉപദ്രവിക്കരുത്, പാവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം ലൈല എന്ന് പറയുന്നത് നല്ലൊരു കുട്ടിയാണ്, പ്രകൃതിയോട് സ്നേഹമുള്ളൊരു കുട്ടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏതെങ്കിലും കഥാപാത്രത്തിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ പേരും അത് ഇഷ്ടപ്പെടാനുള്ള കാര്യം കൂടി ഇവിടെ നിങ്ങൾക്ക് ചേർക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടത്? കവിതയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച കാര്യം, ഇപ്പോൾ ഒരു കവിത നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ എഴുതും നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ടാണ് കവിതയിൽ പറയുന്നത്. സോ അതിൽ നമ്മുടെ ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ പ്രതിപാദിച്ചിട്ടുണ്ട്.
തന്നിട്ടുണ്ട് ഈ കവിത എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള കാര്യങ്ങൾ കവിതയായിക്കോട്ടെ കഥയായിക്കോട്ടെ എഴുതാൻ പറ്റും. ഇനി വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം, ഇപ്പോൾ കവിത വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കവിതയിൽ നിന്നൊരു മെസ്സേജ് മക്കൾക്ക് കിട്ടും അല്ലേ. ഇപ്പോൾ പ്രകൃതിയിലുള്ള മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതയാണെങ്കിൽ അപ്പോൾ നമുക്ക് എഴുതാം ആധുനിക സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമകാലിക യുഗത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് കവിതയിൽ പറയുന്നത്. അപ്പം നമ്മുടെ ചുറ്റും ഇപ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് കവിതയിലുള്ളത് എന്നുള്ള സന്ദേശം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി വരികൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫിൽ തന്നെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ആദ്യം ശീർഷകം എഴുതണം. ശീർഷകം എന്ന് പറഞ്ഞാൽ ഞെട്ടിത്തരിക്കേണ്ട, അത് തലക്കിട്ടാണ് കേട്ടോ. അപ്പോൾ ശീർഷകം എഴുതണം. അതിനുശേഷം ഒരു പാരഗ്രാഫിൽ എന്ത് ചെയ്യണം? ആരാണ് കവി അല്ലെങ്കിൽ ആരാണ് കഥാകൃത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫിൽ ഒരു ഖണ്ഡികയായിട്ട് എഴുതാം. അതിനുശേഷം അടുത്ത പാരഗ്രാഫ് ഇവിടെ വെച്ച് തുടങ്ങുന്നു. എന്താണ് കവിതയുടെ ആശയം അല്ലെങ്കിൽ കഥയുടെ ആശയം എന്താണെന്നുള്ള കാര്യം എഴുതാം. അതിൽ നിങ്ങൾക്ക് കഥാപാത്രത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറ്റും. അതുകൂടാതെ തന്നെ കവിതയിൽ ഇഷ്ടപ്പെട്ട വരി എഴുതാൻ പറ്റും. കഥയിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്, എന്തുകൊണ്ടാണ് ഈ കഥ ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. അവസാനത്തെ പാരഗ്രാഫിൽ എന്ത് എഴുതണം? എന്താണ് ഈ കവിതയുടെ ആശയം അല്ലെങ്കിൽ സന്ദേശം, എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കവിത വായിച്ചിട്ട് എന്ത് അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്, ആ ഒരു വായനാനുഭവം കൂടി ഒന്ന് എഴുതി കഴിഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ് കഴിഞ്ഞു. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഫോർമാറ്റിൽ മാത്രമേ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരു കുറിപ്പ് എഴുതുന്നത് പോലെ എഴുതരുത് കേട്ടോ. അപ്പോൾ ഒരു കവിത ആസ്വദിച്ച് എഴുതുക. ഒരു കഥയായി തന്നു കഴിഞ്ഞാൽ ആ കഥ നന്നായിട്ട് ആസ്വദിക്കുക, അത് വായിക്കുക. ഇനി ഇവിടെയൊക്കെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന കാര്യം നന്നായിട്ട് വായിക്കുക. എന്താണോ തന്നിട്ടുള്ളത് ആ കാര്യം നല്ല വൃത്തിയായിട്ട് വായിക്കുക. ചിലപ്പോൾ കവിതയൊക്കെ തന്നു കഴിഞ്ഞാൽ കവിതേൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ വായിക്കുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് വായിച്ചിട്ട് വേണം ആസ്വാദനക്കുറിപ്പ് എഴുതാൻ. അപ്പോൾ ഇത്രയും കാര്യം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടി പാടുള്ളൂ. സോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി മിസ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.